ഗൾഫ് മേഖല വീണ്ടും അതിരൂക്ഷമായ യുദ്ധഭീതിയുടെ നിഴലിൽ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ വെറും ഒരു വാക്പോരിനപ്പുറം വിനാശകരമായ വ്യോമാക്രമണങ്ങളിലേക്കും മിസൈൽ വർഷങ്ങളിലേക്കും വഴിമാറുമ്പോൾ അതിന്റെ പ്രകമ്പനങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ്. കുവൈറ്റിലും ബഹ്റൈനിലും നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന അപായ സൈറനുകൾ കേവലം സൈനിക മുന്നറിയിപ്പുകളല്ല, മറിച്ച് തങ്ങളുടെ കഠിനാധ്വാനവും വിയർപ്പും കൊണ്ട് ഗൾഫ് നാടുകളെ കെട്ടിപ്പടുത്ത ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ജീവിതത്തിന് മേൽ പതിക്കുന്ന ഇരുണ്ട ഭാവിയുടെ സൂചനകൾ കൂടിയാണ്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമേൽ 10ാം ഘട്ട ആക്രമണം പൂർത്തിയായതോടെ പ്രതിരോധ നടപടികൾ കൂടുതൽ കടുപ്പിക്കാൻ ഇറാനും തീരുമാനിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് അമേരിക്ക കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസി പണമാണ്. നിലവിലെ ഈ യുദ്ധസമാന സാഹചര്യം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ വലിയ തോതിലുള്ള മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അതിപ്രധാനമായ ഊർജ്ജ നിലയങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത്തരം അടിസ്ഥാന സൗകര്യ മേഖലകളിൽ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ജോലി സ്ഥലത്തെ അരക്ഷിതാവസ്ഥയും ജീവഭയവും കാരണം പലരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനു പുറമെ കുവൈറ്റും ബഹ്റൈനും ജോർദാനും ഇറാനിൽ നിന്നുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങളോട് സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് വ്യോമപാതകളിൽ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മൂലം നാട്ടിലേക്കുള്ള വിമാനയാത്രകൾ പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണ് പ്രവാസികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും എണ്ണ വിപണിക്കും കോട്ടം സംഭവിച്ചാൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിത്യവൃത്തി മുട്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇന്ന് അമേരിക്കൻ, ഇറാൻ നാവികസേനകളുടെ നേരിട്ടുള്ള പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മുഖ്യ ചർച്ചാ പ്രതിനിധിയുമായ മുഹമ്മദ് ബാഖർ കാലിബാഫ് നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും കാരണം ഇറാന് തങ്ങളുടെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായാൽ ഗൾഫ് മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും എണ്ണ വിൽക്കാൻ അനുവദിക്കില്ലെന്ന അത്യന്തം തീവ്രമായ നിലപാടിലാണ് ടെഹ്റാൻ. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അന്തിമഘട്ടത്തിൽ ഈ യുദ്ധം എത്തി നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിലെ തന്റെ ഔദ്യോഗിക കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ അമേരിക്കൻ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണപ്പാതകളും സുരക്ഷിതമായിരിക്കില്ല എന്ന ഇറാന്റെ തുറന്ന ഭീഷണി ഗൾഫ് ഭരണകൂടങ്ങൾക്കും അവിടെ ജീവിക്കുന്ന പ്രവാസികൾക്കും വലിയ ഭീതിയാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കൈഫാൻ എന്ന കുവൈറ്റ് എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ഈ സംഘർഷങ്ങളുടെ വ്യാപ്തി അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിച്ചു. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് കുവൈറ്റ് ഇറാന്റെ അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി രാജ്യത്തിന്റെ ശക്തമായ പ്രതിഷേധം ഔദ്യോഗികമായി അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളെയും എണ്ണ ടാങ്കറിന് നേരെയുണ്ടാകുന്ന കടന്നുകയറ്റത്തെയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ ഭാഷയിൽ അപലപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും ആഗോള ഊർജ്ജ വിതരണത്തിനുള്ള കടുത്ത ഭീഷണിയുമായാണ് ഖത്തർ ഇതിനെ വിശേഷിപ്പിച്ചത്. നല്ല അയൽപക്ക ബന്ധങ്ങളുടെ ലംഘനമാണിതെന്നും ഖത്തർ വ്യക്തമാക്കുന്നുണ്ട്. സമാന്തരമായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ തങ്ങൾക്കെതിരെ നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ സൗദി അറേബ്യയും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്തു. യമൻ ജനതയെ സൗദി ഉപരോധിക്കുന്നു എന്ന ഹൂതികളുടെ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ സൗദി അറേബ്യ തങ്ങളുടെ അതിർത്തി സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. വെറും വാക്പോരുകൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം നേരിട്ടുള്ള വൻകിട സൈനിക നടപടികളിലേക്കാണ് അമേരിക്കയും ഇറാനും നീങ്ങുന്നത്. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ മേഖലയിൽ ഉടൻ തന്നെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും വിദേശ കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ വ്യോമസേന തകർക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റേതായ ശൈലിയിൽ മുന്നറിയിപ്പും നൽകി. എന്നാൽ ഇത്തരം അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണിന് പകരം കണ്ണ് എന്ന സന്ധിയില്ലാത്ത പ്രതിരോധ തത്വമാണ് ടെഹ്റാൻ യുദ്ധമുഖത്ത് പിന്തുടരുന്നത്. ഇറാന്റെ സിവിലിയൻ സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ സമാനവും അതിശക്തവുമായ പ്രത്യാക്രമണം അവർക്ക് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളും സജീവമാണ്.
ഡൊണാൾഡ് ട്രംപ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുകയും ലെബനനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ അമേരിക്കൻ എയർലൈൻസുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ദക്ഷിണ ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം ഉറപ്പാക്കണമെന്ന് ലെബനൻ പ്രസിഡന്റ് ഈ ചർച്ചയിൽ അമേരിക്കയോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സന്ദേശവും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ കലുഷിതമാണ്. സൈനിക കരുത്ത് കാണിച്ച് പരസ്പരം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വൻ ശക്തികളുടെ പോരാട്ടങ്ങൾ ആത്യന്തികമായി നാശത്തിലേക്ക് നയിക്കുന്നത് നിസ്സഹായരായ സാധാരണക്കാരുടെ ജീവിതത്തെയാണ്. ലോകത്തിന്റെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുന്നത് ആഗോള സാമ്പത്തിക മേഖലയെ കടുത്ത മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നതിന് പുറമെ ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെയും ജീവിതത്തെയും അത് നേരിട്ട് ബാധിക്കുകയും ചെയ്യും. യുദ്ധമുഖത്ത് ഇരുപക്ഷവും തങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിച്ച് ക്രിയാത്മകമായ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സാമ്പത്തിക മാനുഷിക ദുരന്തത്തിലേക്കാവും വഴി തുറക്കുക. ഗൾഫ് രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നാൽ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടിയും വരും. അത് കേരളം പോലെയൊരു സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. സ്വന്തം നാടും വീടും വിട്ട് കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ മരുഭൂമിയിൽ ജീവിതം കരുപ്പിടിയിലാക്കുന്ന ഓരോ മലയാളിയുടെയും ഇന്നത്തെ ഒരേയൊരു പ്രാർത്ഥന ഗൾഫ് മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.